ഹായ്, ഇന്ന് കുന്നയ്ക്കാത്തമ്പലത്തിലെ ഉത്സവമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലം. എനിക്ക് ഈ അമ്പലത്തിലെ കാര്യം ഓർക്കുമ്പോൾ, ഈ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ എൻ്റെ ചെറുപ്പം നാൾ മുതൽ എനിക്ക് അമ്പലത്തിൽ ഉത്സവത്തിൽ പങ്കെടുക്കുകയും എൻ്റെ കൂട്ടുകാർക്കൊപ്പം കളിയും ചിരിയൊക്കെ ആയിട്ട് നടക്കുന്നതായിട്ടുള്ള നല്ല ഓർമ്മകൾ എനിക്ക് ഇന്നും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആ അമ്പലത്തിൽ പോകുന്നതൊരു ഭയങ്കര ഹരം തന്നെയാണ്. ഭയങ്കര രസമുള്ള നല്ല ഓർമ്മകളാണ്. ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു അച്ചായത്തി ആയിട്ട് കൂടെ ഞാൻ അമ്പലത്തിൽ പോവുകയും ഉത്സവത്തിൽ പങ്കെടുക്കുകയും ഫ്രണ്ട്സിനൊപ്പം എൻജോയ് ചെയ്യുകയും ചെയ്യുമ്പോൾ എൻ്റെ സൊസൈറ്റിയിലുള്ള കുറച്ച് ആൻറ്റിമാർ എൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കും, നിങ്ങൾ ക്രിസ്ത്യനായിട്ട് കൂടെ എന്തുകൊണ്ട് അമ്പലത്തിലൊക്കെ പോകണം, നിങ്ങൾക്ക് നാണാവില്ലേ എന്ന്. ഞാൻ പറയും നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരമ്പലത്തിൽ പോയാൽ, ഒരു അച്ചായത്തിയായി ഞാനൊരു അമ്പലത്തിൽ പോയാൽ എൻ്റെ ക്വാളിറ്റി ഒരിക്കലും അവിടെ കാർന്നെടുക്കാൻ ആരും ഉണ്ടാവില്ല. ആരും കാർന്നെടുക്കില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഞാനെന്ന വ്യക്തി, എൻ്റെ ക്യാരക്ടർ, എൻ്റെ പേരും എല്ലാം എന്നിൽ തന്നെ ഉണ്ടാകും. എവിടെയാണ് ഞാൻ മാറി ചിന്തിക്കേണ്ടത്? ഞാനെന്ന വ്യക്തിയിൽ നല്ല ക്വാളിറ്റീസ് എവിടെ ഉണ്ടോ അത് ഒരമ്പലത്തിൽ പോയാൽ തീരുന്നതല്ല എന്നുള്ള ബോധ്യം ഞാൻ മനസ്സിലാക്കണം. ഈ സൊസൈറ്റി മനസ്സിലാക്കണം. വേണ്ടേ? അതല്ലേ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരുപാട് ആൻറ്റിമാരും അങ്കിളുമാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഇങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെ പറയും. ശരിയല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റൈസ് വിത്ത് മീ.